ഒരു സ്റ്റെപ്പാണ് നമ്മൾ ആദ്യം ചെയ്ത് വെക്കേണ്ടത്. അതായത് നമ്മൾ ഒരു 3/4 കപ്പോളം പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഉരുകിയിട്ട് വരണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയൊക്കെ നമ്മുടെ പഞ്ചസാര സൈഡിൽ നിന്നൊക്കെ നല്ലപോലെ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറിലേക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീ ഒന്നുകൂടി കുറച്ചിട്ട് വയ്ക്കുക. ഇത് എനക്കാനായിട്ട് പാടില്ല. പഞ്ചസാര മുഴുവനായിട്ടും ഒന്ന് മെൽട്ടായി കിട്ടി എന്നാവുമ്പോൾ മാത്രം ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ചൂടുള്ള വെള്ളമായിരിക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സൈഡിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുകയും ചെയ്യാം. ഒരല്പ സമയം കൂടിയും കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 80% ഷുഗർ മെൽറ്റായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കളറിലേക്ക് ആയിട്ടുണ്ട്. തീ കുറച്ച് തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നല്ല പോലെ ഒരു തവി വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കംപ്ലീറ്റ് ആയിട്ട് ഉരുക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. തിളച്ച വെള്ളം റെഡിയാക്കിയിട്ട് വെക്കാൻ ആരും മറക്കല്ല കേട്ടോ. അത് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോകാനൊന്നും പാടില്ല കേട്ടോ, കരിഞ്ഞു പോകും. പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 1/2 കപ്പോളം തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് നീങ്ങി നിന്നിട്ട് ഒഴിക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരല്പം അകലെ നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കുന്നൊക്കെ പോലെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം നല്ല ഒരു ലിക്വിഡ് ടൈപ്പിൽ നല്ലൊരു ടെക്സ്ചറിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഈ ഒരു കളറായിരിക്കും നമ്മളുടെ കേക്കിനും കിട്ടുന്നത്. എന്തുമാത്രം പഞ്ചസാരയ്ക്ക് ഡാർക്ക്നെസ് വരുന്നുണ്ടോ അതായിരിക്കും നമ്മുടെ കേക്കിൻ്റെ കളർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. നമ്മുടെ കേക്ക് ഇത് കണ്ടോ, നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഒരല്പ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും കാരമൽ സിറപ്പ് ഇതാ നല്ലപോലെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം അതിൽ ചെറുതായിട്ട് കട്ട പോലെയൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ അത് ഉടഞ്ഞ് നല്ലൊരു ടെക്സ്ചറിലേക്ക് നമ്മുടെ സിറപ്പിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ടിയാവും. ഞാൻ അങ്ങനെയാണ് എടുക്കാറ്. നിങ്ങൾക്ക് നല്ലോണം ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പോളം വെള്ളം, തിളപ്പിച്ച വെള്ളം കേട്ടോ, അത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചിട്ടെടുക്കണം. അതിനുശേഷം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ കാരമൽ ചെയ്യുമ്പോഴും ഇതേ ഒരു ഡാർക്ക്നെസ് കീപ്പ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിനി തണുപ്പിച്ചിട്ട് എടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാം. നമ്മുടെ കേക്കിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കഷ്ണം ചെറിയ പീസാണ് പട്ടയും ഒരു 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നട്ട്മെഗ് പൗഡർ, അതായത് നമ്മുടെ ജാതിക്കാക്കുരുവിൻ്റെ പൊടിയില്ലേ, അത് ഒരു 2 പിഞ്ചോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 3 ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ കൂടെ നമ്മൾ ഇത് ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല പോലെ പൊടിച്ച് കിട്ടും കേട്ടോ. സെപ്പറേറ്റ് പൊടിക്കുമ്പോൾ ഇത്രയും നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് നല്ല പോലെ പഞ്ചസാര പൊടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവരാം. പഞ്ചസാരയൊക്കെ പൊടിച്ച് ഞാനൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 2 മുട്ട മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവരാം. 1 മിനിറ്റോളം നല്ല പോലെ അടിച്ചെടുക്കണം കേട്ടോ. മിക്സി ചൂടാവേണ്ടി വേണം അടിച്ചെടുക്കാൻ. ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര ഒരു പകുതിയോളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നല്ല പോലെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി ബാക്കി പകുതിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അടിച്ചെടുത്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അടുത്തതായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ ഹോൾസ് ആണ് ഉള്ളത്. ഇതിലേക്ക് 1 കപ്പോളം മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിന് താഴെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂണ് വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 തവണ നല്ല പോലെ അരിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ പൊടി നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് ക്യാരറ്റാണ് എടുക്കേണ്ടത്.
അതിൻ്റെ കൂട്ടത്തിൽ അര കപ്പോളം ഈന്തപ്പഴം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഈന്തപ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വേണമെങ്കിൽ ഒരു 10 മിനിറ്റോളം പാലിൽ കുതിർത്തിട്ടും നിങ്ങൾക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇതേ കൂട്ടത്തിൽ ഒരു 1/4 കപ്പോളം അണ്ടിപ്പരിപ്പ് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ട്യൂട്ടി ഫ്രൂട്ടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ട്യൂട്ടി ഫ്രൂട്ടി ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് താഴ്ന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി അരിച്ചെടുത്തിരിക്കുന്ന മൈദപ്പൊടിയിലേക്ക് മുട്ടയുടെ മിക്സ്ചർ പകുതിയോളം ഒഴിച്ചു കൊടുക്കുക. പതുക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ബാക്കി പകുതിയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ലപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഉടഞ്ഞു പോകാൻ വേണ്ടിയിട്ടും നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടും വിസ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നല്ലൊരു ടെക്സ്ചറിലേക്ക് നമ്മുടെ ബാറ്റർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 1/4 കപ്പോളം ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലെ പകുതി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് സമയം എടുക്കും ഈ ഒരു ടെക്സ്ചർ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി പകുതിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ പതുക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആയി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റും ഈന്തപ്പഴം ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ല പോലെ സമയം എടുത്തിട്ട് ചെയ്താൽ മതി. ഒരേ ദിശയിലേക്ക് തന്നെ മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. കേക്കിന് നല്ലൊരു സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടണമെങ്കിൽ നമ്മളുടെ ഈ ഒരു മിക്സിങ് രീതിയും കൂടി നല്ലപോലെ ശരിയാവണം കേട്ടോ. അതുകൊണ്ട് സമയമെടുത്ത് തന്നെ നിങ്ങൾ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 20 മിനിറ്റോളം ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് കേക്ക് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ടിന്നിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ലപോലെ ബട്ടർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ബാറ്റർ മാറ്റി കൊടുക്കുകയാണ്. അപ്പം 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി അഥവാ നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ അധികം ആയാൽ പോലും നമ്മുടെ കേക്ക് ടിന്നിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ നിങ്ങൾ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. ബാക്കി ഭാഗം ഈ കേക്ക് പൊന്തി വരാനായിട്ട് ഉള്ളതാണ്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ട് വേണം നമുക്കിതിനെ കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലപോലെ ഒരു 4-5 പ്രാവശ്യം ഒന്ന് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ബട്ടർ പേപ്പർ വെക്കുമ്പോൾ പാത്രത്തിനെ കഴിഞ്ഞും 1 ഇഞ്ച് കൂടുതൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ കേക്ക് പൊന്തി വരുമ്പോഴത്തേക്കും പുറത്തേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഞാനിവിടെ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുക്കറോ ഇതുപോലെയുള്ള പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് ടിന് ഇതിലേക്ക് കൈ പൊള്ളാതെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. നല്ലപോലെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൂടി വെച്ചിട്ട് അടയ്ക്കുകയും ചെയ്തു. ഇതുപോലെ വല്ല ഹോളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാനിവിടെ ഒരു സ്ക്രൂ വെച്ചിട്ടാണ് അടച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് അത് അടച്ച് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മണിക്കൂറോളം മിനിമം സമയം എടുക്കാറുണ്ട് കേക്ക് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെയും നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഒരു ചൂടിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരും. ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ ആവും കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കേക്കൊക്കെ നന്നായിട്ട് പൊന്തിയിട്ട് വന്നിട്ടുണ്ട്. ഒരുവിധം കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 20 മിനിറ്റോളം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ 20 മിനിറ്റോളം കൂടി വെയിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. കംപ്ലീറ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടിയതിന് ശേഷം നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിൽ വെച്ച് നോക്കണം. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ മാത്രമാണ് കേക്ക് കുക്കായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ കേക്ക് കാണിച്ചു തരാം. 1 മണിക്കൂറും 20 മിനിറ്റും എടുത്തിട്ടാണ് എനിക്ക് കേക്ക് കുക്കായിട്ട് കിട്ടിയത്. അപ്പം ഞാനിത് പാത്രത്തിൽ നിന്ന് വെളിയിൽ എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ക്യാമറ ഓഫായി പോയതാണ് ആ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഞാൻ തണുത്തതിന് ശേഷമാണ് പാത്രത്തിൽ നിന്ന് വെളിയിലേക്ക് എടുത്തത് കേട്ടോ. അപ്പം നമുക്ക് കേക്ക് മുറിച്ച് നോക്കാം. ഞാനൊരു പീസ് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ കേക്ക്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ്
ഫ്ലഫി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള കേക്കാണ്. നമ്മുടെ അളവുകളൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇതേ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലെങ്കിലും ഈ ക്രിസ്മസിനല്ലെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ന്യൂ ഇയറിനായാലും നിങ്ങൾക്ക് ഈ കേക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ, ടേക്ക് കെയർ.